ഹലോ ഹായ് നമസ്കാരം. ജയറാമേട്ടനെയും ഉർവശി ചേച്ചിയെയും കാണിച്ച് നമ്മളെ തിയേറ്ററിലേക്ക് വിളിച്ച സിനിമ പരിമള ആൻഡ് കോ തിയേറ്ററിൽ നിന്ന് കണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. എനിക്ക് നിരാശയാണ്, പറ്റിക്കപ്പെട്ടതുപോലത്തെ ഒരു ഫീലാണ്. നിങ്ങൾ ഇതിൻ്റെ ടീസറും ട്രെയിലറും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള ഒരു ഫാമിലി, അച്ഛൻ അമ്മ രണ്ട് പെൺമക്കൾ. അപ്പോൾ ആ പെൺമക്കളുടെ ഇടയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അച്ഛനും അമ്മയ്ക്ക് ഇടയിലുള്ള വർത്തമാനങ്ങളുണ്ടാവും. ട്രെയിലറൊക്കെ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഫാമിലിയിൽ ഒരു കൊലപാതകം നടക്കുന്നു. അപ്പോൾ ആര് കൊല ചെയ്തു എന്ന് പറയുന്ന ഒരു ടെൻഷൻ അവിടെയുണ്ട്. അപ്പോൾ ഈ ഫാമിലിയെ പോലീസ് വേട്ടയാടാൻ തുടങ്ങുമ്പോൾ ഇവരെങ്ങനെ രക്ഷപ്പെടും, അതായത് ദൃശ്യത്തിൻ്റെ റീമേക്ക് പാപനാശത്തിനെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് അങ്ങനെയാണ് അവർ ട്രെയിലറും ടീസറും ഒക്കെ ഇറക്കിയത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ആ ഒരു ഫാമിലി കുറേ ഹ്യൂമർ സാധനങ്ങളൊക്കെ ആയിട്ട് എന്ന് വെച്ചാൽ പൊട്ടി ചിരിച്ച് മണ്ണ് കാപ്പുമില്ല, ഭയങ്കര സന്തോഷത്തിൽ നമ്മളിപ്പോൾ ടൂറിസ്റ്റ് ഫാമിലിയൊക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു സന്തോഷമില്ലേ, അങ്ങനെയൊക്കെ ഫീൽ ചെയ്ത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റുന്നൊരു സിനിമ എന്നാണ് വിചാരിച്ചത്. ബട്ട് എനിക്കതൊന്നും കിട്ടിയിട്ടില്ല. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിൻ്റെയൊക്കെ സ്കിറ്റ് പോലെയാണ് എനിക്ക് തോന്നിയത്. അവർ കോമഡി എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് അരമണിക്കൂറോളം നീളത്തിൽ എന്തൊക്കെയോ വിളിച്ച് പറയും. അതിൽ കുഞ്ഞു കുഞ്ഞു കോമഡികളുണ്ടാവും, അവിടെ ഇവിടെയും നമുക്ക് ചിരിക്കാൻ വളരെ കുറച്ച് കോമഡികളുണ്ടാവും. എല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരുവിധം ഇത് തീരുന്നില്ല എന്ന് വിചാരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഇവിടുന്ന് ഒരു മെസ്സേജ് വരും. മെസ്സേജൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ ജഗദീഷ് ചേട്ടനൊക്കെ ഇരുന്ന് മാർക്ക് കൊടുത്തിട്ട് അവർ ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു സ്കിറ്റായിപ്പോയി. അതായത് ജയറാമേട്ടൻ, ഉർവശി ഇവർ രണ്ടുപേരും, പരിമള എന്ന് പറയുന്നത് ജയറാമേട്ടൻ്റെ ക്യാരക്ടറാണ്, സ്വതന്ത്രം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉർവശി, അവർക്ക് രണ്ട് പെൺമക്കളാണുള്ളത്. രണ്ടുപേരും പഠിക്കുകയാണ്. അവർ വേറൊരു ഗ്രാമത്തിൽ നിന്ന് നഗരത്തിൽ വന്ന് താമസിക്കുന്നു. അവരെ ശല്യം ചെയ്തുകൊണ്ടിരുന്നിട്ട് ഗുണ്ട കൊല്ലപ്പെടുന്നു. അപ്പോൾ ഇവരിൽ ആരാണ് കൊലപാതകി എന്ന് ഇവർക്ക് തന്നെ കൺഫ്യൂഷൻ. ഞാൻ ഇത്രയും പറയുന്ന ട്രെയിലറിൽ നിന്നാണ്, അല്ലാതെ സിനിമയെന്നല്ല. ആ കൺഫ്യൂഷനിൽ നിന്നുകൊണ്ട് അവർ ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മളിതാണ് സിനിമയിൽ പ്രതീക്ഷിക്കുക. പക്ഷേ അത് ട്രെയിലർ കാണിച്ച അത്രയും തന്നെ സിനിമയിലുള്ളൂ. അതായത് ഈ സിനിമയിൽ രസമുള്ളതെല്ലാം അവർ ട്രെയിലർ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് സാരം. അത് കഴിഞ്ഞ് പിന്നെ ഈ പടം അങ്ങ് പോവുക, വേറെ എങ്ങോട്ടോ പോകുന്നു, എവിടെ നിന്നൊക്കെയോ കഥാപാത്രങ്ങൾ ചാടി വീഴുന്നു, ട്വിസ്റ്റുകൾ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നീണ്ടു വരണ്ട് പോയിട്ട് പെട്ടെന്നൊരു മെസ്സേജൊക്കെ വരുന്നു. ലിയോയോ വിക്രമോ ഒക്കെ വരുന്നത് പോലെ അങ്ങനൊരു മെസ്സേജ് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇത് വരെ ലോകേഷ് കനകരാജൻ്റെ LCUയിലേക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്ത് ക്യാരക്ടർ ഉണ്ടാക്കിയാണോ എന്ന് പറയുന്ന പോലെ ഒരിത്. എന്നിട്ട് സെക്കൻഡ് പാർട്ടിലേക്കൊക്കെ ടീസ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഇതിനകത്ത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, സിനിമയിൽ വളരെ കുറച്ച് മാത്രം അങ്ങനെയുള്ള കുറച്ച് ചിരികളുണ്ട്. ചിരികൾ എന്ന് പറഞ്ഞാൽ മറ്റേ പൊട്ടിച്ചിരിച്ച് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ചിരി വരുന്ന, ഇപ്പോൾ ജയറാമേട്ടനും ഉർവശി ചേച്ചിയും തമ്മിലുള്ള കോമ്പിനേഷൻ വരുമ്പോൾ ഒരു സുഖമുള്ള കുറച്ച് സാധനങ്ങളില്ലേ, അതുണ്ട്. പക്ഷെ എവിടേക്ക് ഉർവശി ചേച്ചി അതിനൊരു ഭയങ്കര കോമാളി അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ഇമേജിലേക്ക് ആ ക്യാരക്ടറിനെ കൊണ്ടുപോകുന്നു തോന്നി. എന്നുവെച്ചാൽ അവരങ്ങനെ ചെയ്തു എന്നല്ല കേട്ടോ, ക്യാരക്ടറിനെ അങ്ങനെ അവതരിപ്പിക്കുന്നു തോന്നി. എന്നാൽ ചില സമയത്ത് അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന പോലത്തെ വളരെ പ്രാക്ടിക്കലായി പിള്ളേരെയൊക്കെ കൈകാര്യം ചെയ്യുന്നൊരമ്മ അങ്ങനെയും വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്ന കുറച്ച് സീനുകളിൽ നമുക്ക് പെട്ടെന്നുണ്ടാവുന്ന ഒരു ചിരി, അതൊരു പോസിറ്റീവായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ പറയാനുള്ളത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്, ഫോക്സനാണ് ചെയ്തിട്ടുള്ളത്, കൊള്ളാം. ഇതിനിടയിൽ ഒരു പാട്ടൊക്കെ ഉണ്ട്, സാൻഡി മാസ്റ്ററുടെ ഒരു പാട്ടൊക്കെ കയറി വരുമ്പോൾ ഇവിടെ എന്ത് പാടിയത്, ഇവിടെ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നുന്ന പോലെ ആ പാട്ടിൻ്റെ പ്ലേസ്മെൻറ്റ് വന്നു. അങ്ങനെ പരസ്പര ബന്ധമില്ലാത്തതെന്ന് തോന്നിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ മ്യൂസിക് വാസ് ഗുഡ്. എഡിറ്റിങ്ങും കളറിങ്ങും എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു. കാരണം ഒരു സീൻ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വന്നിട്ട് ടപ്പേന്ന് കട്ട് ചെയ്തിട്ട് സീനുകളൊക്കെ കട്ടായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിക്കും. പക്ഷേ ഭയങ്കര അബ്രപ്റ്റ് ആയിട്ടുള്ളൊരു ഫീലാണ്. ഒരു ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ആവുന്നില്ല, ഒരു ഹ്യൂമർ കമ്മ്യൂണിക്കേറ്റ് ആവുന്നില്ല. പടപടയെന്നൊക്കെ കട്ടായിട്ട് കട്ടിങ് കഴിയുമ്പോഴേക്കും ആരൊക്കെയോ എന്തൊക്കെയോ വരുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. കളറിങ്ങും എനിക്ക് നമ്മൾ ഇപ്പം എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ ഒരു ലട്ട് വലിച്ചിട്ടിട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അവിടെയും കുറച്ചും കൂടി രസമായിട്ടുള്ള ഈ സിനിമയെ കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്യുന്നത് പോലത്തെ അങ്ങനത്തെ ഒരു പരിപാടി എനിക്ക് തോന്നിയില്ല. വിഷ്വൽ ട്രീറ്റിലും ഇതിൻ്റെ ഒരു മെസ്സേജ് പൊളിറ്റിക്കൽ സൈഡിലേക്കൊക്കെ വരുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര നിരാശയാണ്. നമ്മളെ ചിരിപ്പിക്കാം, രസിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് തിയേറ്ററിലേക്ക് വിളിച്ചിട്ട് ഞങ്ങളുടെ ഓയിലും ഞങ്ങൾ ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാണിക്കുന്നു. നസ്ലിൻ്റെ മോളിവുഡ് ടൈംസ് കഴിഞ്ഞിട്ട് ഈ പടത്തിന് കയറിയതുകൊണ്ടായിരിക്കാം ആ സിനിമയിൽ കാണിക്കുന്നത് ഒരു ഡയറക്ടർ ഒരു പടം എടുക്കുന്നു, പക്ഷേ പടത്തിൽ വർക്കാവില്ല എന്ന് പ്രൊഡ്യൂസറിന് തോന്നിയാൽ അയാൾ ഇടപെടും. ഡയറക്ടറിന് അയാളുടെ ഫുൾ വർക്ക് അയാളുടെ മാത്രമായിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബാഹ്യ ഇടപെടലുകളൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് കോംപ്രമൈസ് ചെയ്ത് ചെയ്യേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഈ പരിമള ആൻഡ് കോ എന്ന് പറയുന്ന ആ പോർഷൻ മാത്രം എടുത്ത് വെച്ചിട്ട് പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളത് ചിലപ്പോൾ പ്രൊഡ്യൂസറിൻ്റെ പ്ലാൻ ആയിരിക്കാം. അതല്ലെങ്കിൽ ഡയറക്ടർ ചിലപ്പോൾ പരിമള ആൻഡ് കോ എന്ന് പറയുന്ന സാധനമായിരിക്കും വർക്ക് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇതുപോലെ നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് മറ്റതാണ്, ഒരു മെസ്സേജും കൂടി വെക്കാമെന്ന് പറഞ്ഞിട്ട് ആരുടെയോ നിർബന്ധത്തിന് എക്സ്ട്രാ ആഡ് ചെയ്തായിരിക്കാം. എന്തായാലും സിനിമയിൽ നമ്മൾ ട്രെയിലറിൽ കണ്ടിരിക്കുന്ന കാര്യവും സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്ന കാര്യവും ഭയങ്കര മിസ്ലീഡിംഗ് ആണ്. എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു. ഞാൻ ഇതിലും എത്രയോ രസമുള്ള ഒരു സിനിമ വരാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പെർഫോമൻസ് വൈസും എനിക്ക് ഇറ്റ്സ് ഗുഡ് എന്ന് പറയാം എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ മിസ്കിനെയൊക്കെ കാണാനൊരു സ്റ്റൈലുണ്ട്, രസമുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്കെല്ലാം ഭയങ്കര ടിപ്പിക്കൽ ക്ലീഷേഡ്. ഇതിനകത്തെ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് അവർ പറയുന്നത് പോലും
അത്രയും ക്ലീഷേഡ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. ഉർവശി പറയുന്നുണ്ട്, ഒരു അമ്മായിയമ്മയ്ക്കും മരുമകൾക്കും സമാധാനമായിട്ട് ഒരുമിച്ചിരിക്കാൻ പറ്റില്ല, അത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ പറ്റിയേയില്ല എന്ന് പറയുന്ന പോലെ മിഡിൽ ക്ലാസ് ഫാമിലിയെക്കുറിച്ച് അങ്ങനെ പറയും. എന്നാൽ അപ്പുറത്തെ സൈഡിൽ മോള് വന്ന ഇടയ്ക്ക് പൊളിറ്റിക്കലി ഭയങ്കര സംഭവമായിട്ടുള്ള പോലത്തെ എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെ എങ്ങോട്ടൊക്കെയോ പോകുന്നു. തുടക്കമൊക്കെ ഭയങ്കര രസമായിരുന്നു, പക്ഷേ ഭയങ്കര ഫാസ്റ്റായിട്ട് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ജമ്പ് ചെയ്ത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ വെറുതെ തീർന്നു പോയൊരു സിനിമ. എനിക്ക് തോന്നുന്നത് ഇത് OTT ഒക്കെ വന്നു കഴിയുമ്പോഴേക്കും ഇതിലെ പ്രസക്ത കോമഡികളൊക്കെ കട്ട് ചെയ്തിട്ട്, അത് ഓൾറെഡി ട്രെയിലറിൽ വന്നു, അതൊക്കെ കട്ട് ചെയ്തിട്ട് ആരെങ്കിലും റീൽ അടിച്ചിട്ട് ആ റീൽസ് ഓടിച്ചിട്ട് കാണാനുള്ളതേ സിനിമയിൽ രസമുള്ളതായിട്ടുള്ളൂ എന്ന്, ബാക്കി ഒന്നും എന്തൊക്കെയോ കാണിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിരുന്നു. ഐ വാസ് ഡിസപ്പോയിൻറ്റഡ് വിത്ത് ദ മൂവി. പക്ഷേ അതെൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ചിലപ്പോൾ നിങ്ങൾക്ക് ഗംഭീര പടമായിരിക്കും, ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു മെസ്സേജും ഇത്രയും രസമായിട്ട് നമുക്ക് ഇവരിങ്ങനെ ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാം എന്നൊക്കെ പറയുന്ന പോലെയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. ഓരോ സിനിമയും തിയേറ്ററിൽ കണ്ട് പ്രേക്ഷകൻ വിധി എഴുതാൻ അർഹതയുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ എറണാകുളത്ത് സെൻട്രൽ സ്ക്വയർ മാളിലെ സിനിപ്ലെക്സിലെ OD 1 പടം കണ്ടത്. എനിക്ക് അവരോട് പറയാനുള്ളത്, ഒരുമാതിരി വൃത്തികേട് കാണിക്കരുത്. എനിക്കിത് പടം അത്രയും കമ്പല്ലിങ് അല്ലാത്തതുകൊണ്ട് ഞാനിനി ഇതിൻ്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വിട്ട് കളഞ്ഞത്. പക്ഷേ ഇങ്ങനെ നല്ല സിനിമകളോട് നിങ്ങൾ ചെയ്യരുത്. സൂം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുകവലി, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതിയിരിക്കുന്ന ആ പോർഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതായിട്ട് സ്ക്രീനിൻ്റെ ഒരു 40% വരെ വരുന്ന പോലെ അങ്ങനെ വന്നിട്ടുണ്ട്. അത്രയും സൂം ചെയ്തിട്ട് അതിൻ്റെ മോളിത്തെ ലൈൻ, ആ സ്ക്വയർ ഉണ്ടല്ലോ, ഒരു റെഡ് സ്ക്വയറിനകത്തല്ലേ എഴുതുക, അതിൻ്റെ മോളിത്തെ ലൈൻ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അത്രയും സൂം ചെയ്തിട്ടാണ് ഇവന്മാർ ഈ പടം കാണിക്കുന്നത്. മഹാവൃത്തികേടെന്ന് പറഞ്ഞാൽ മഹാവൃത്തികേടാണ്. പൈസ കൊടുക്കുന്ന പ്രേക്ഷകനോടോ സിനിമ ഇറക്കുന്ന സിനിമാക്കാരോടോ ഒരു ബഹുമാനം ഇല്ലെന്നല്ല, അവരുടെ പരസ്യം അവർ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പരസ്യം ചെയ്യണമെങ്കിൽ സിനിപോളിസാണ് ഏറ്റവും നല്ലത്, ഇവിടെ ഒന്ന് പരസ്യം ചെയ്യുമെന്ന് ക്ലയൻസിനോട് പറയുന്നു. അവർ കൊടുക്കുന്ന പരസ്യം ആവർത്തിച്ചിട്ട് കണ്ട് നമ്മളെ ബോറടിപ്പിക്കുന്നു. 2 മണിയുടെ ഷോയ്ക്ക് ഞാൻ തിയേറ്ററിലെത്തുമ്പോൾ 2 മണി കഴിഞ്ഞു. പക്ഷേ വീക്കോ വജ്രതന്തി ഉള്ളതുകൊണ്ട് എന്തായാലും പടം നമുക്ക് ഫസ്റ്റ് സീനൊന്നും മിസ്സാവില്ല എന്ന് അത്ര ഉറപ്പുണ്ടായിരുന്നു. അമ്മാതിരി പരസ്യമാണ് കാണിക്കുന്നത്. നിങ്ങൾ ഈ പരസ്യക്കാരോട് കാണിക്കുന്നതിൻ്റെ ഒരു മിനിമം സാധനം പ്രേക്ഷകരോടും സിനിമാക്കാരോടും കാണിക്കണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പക്ഷേ ഈ സിനിമ അങ്ങനെ ഇറങ്ങി വന്ന് ബഹളം വെക്കാൻ മാത്രം വർത്തായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ്. പക്ഷേ ഒരു നല്ല സിനിമയൊക്കെ ആണെങ്കിൽ എൻ്റെ പൊന്നു മച്ചാനെ ഭയങ്കര വൃത്തിയായിട്ടാണ് ഉമാരി കാണിക്കുന്നത് എന്ന് ഓർപ്പിച്ചിട്ട് താങ്ക് യു, ബൈ.